ജാതകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനു ചാക്കു. നമുക്കിന്ന് ഒരു കഥയിൽ അല്പം കാര്യം എന്ന് പറഞ്ഞ മാതിരി നമുക്കൊരു കാര്യം, നമ്മളെപ്പോഴും ഈ ചെറുപ്പക്കാർക്കൊരു തോന്നലുണ്ട്, വയസ്സായവർക്കൊന്നും അറിയില്ല. വയസ്സായവർക്കൊരു തോന്നലുണ്ട്, ചെറുപ്പക്കാർക്കൊന്നും അറിയില്ല. അപ്പോൾ ഇവർ തമ്മിലൊരു മ്യൂച്വലിസം ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നന്നായിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഒരു കഥ പറയാം. ഒരു കാട്ടിൽ ഒരു വേട്ടപ്പട്ടി അകപ്പെട്ടു. അപ്പോൾ വേട്ടപ്പട്ടി ഇങ്ങനെ നടന്ന് അവൻ വയസ്സായി. അവനിങ്ങനെ നടന്ന് പോകുമ്പോൾ കുറേ ദൂരം അവനിങ്ങനെ ഓടി നടന്നിങ്ങനെ പോയി കഴിയുമ്പോൾ പെട്ടെന്നൊരു ഒച്ച കേട്ട് അവൻ തിരിച്ചു നോക്കുമ്പോൾ എന്താ, ഒരു പുലി. അപ്പോൾ പുലീനെ കണ്ടുകൊണ്ടിരുന്ന ഇവന് മനസ്സിലായി, എനിക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല പുലിയുടെ അടുത്ത്. പുലി വളരെ ചെറുപ്പമാണ്, ഇയാളല്ല. അപ്പോൾ പുലി അവിടെ കുറച്ച് എല്ല് എടുക്കണ്ടായിരുന്നു. അപ്പോൾ ഈ പട്ടി എന്ത് ചെയ്തു, വേഗം ഈ എല്ലൊക്കെ വായിക്കത്തിട്ട് ഇങ്ങനെ ചാക്കണ വരെ കാണിച്ചിട്ട് പറഞ്ഞു, ഒരു പുലീനെ ഞാൻ തിന്നിട്ട് എനിക്ക് വിശപ്പ് മാറിയിട്ടില്ല. എവിടെ നിന്നെങ്കിലും ഒരു പുലീനെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അതിനെയും കൂടി അങ്ങ് അകത്താക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പുലി ഈ വേട്ടപ്പട്ടീനെ പിടിക്കാൻ വേണ്ടി ചാടാൻ നിന്ന് പുലിക്ക് പേടിയായി. ദൈവമേ, ഇവനെ എന്നെ കൊല്ലുമെന്ന് വെച്ചിട്ട് പുലി അവിടെ നിന്ന് ഓടിപ്പോയി. അപ്പോൾ ഈ നമ്മുടെ കുരങ്ങൻ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അവനെ എവിടെയും കുരുത്തക്കേടാണല്ലോ, അവൻ ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇത് മുഴുവൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന് മനസ്സിലായി പട്ടിക്ക് വയ്യാത്തതുകൊണ്ടാണ് പട്ടി വേഷം കിട്ടുക. അപ്പോൾ അവൻ കുരങ്ങൻ ഒരു പറഞ്ഞു, ഞാൻ നിനക്കൊരു പണി തരാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ മരത്തിൽ കൂടി ഈ പട്ടി കാണാണ്ട് ചാടി ഈ പുലി നിൽക്കണോടത്ത് ചെന്നു. എന്നിട്ട് ആ പുലി നിൽക്കണോടത്ത് ചെന്നിട്ട് വന്ന് പുലിനെ വിളിച്ചിട്ടുണ്ട്, ചേട്ടാ ആ പട്ടിക്ക് ഒരു ആരോഗ്യമില്ലാത്ത പട്ടിയാണ്, അവൻ ചേട്ടനെ പറ്റിച്ചാണ്, അല്ലാണ്ട് പട്ടി വീടെ ആ കിടന്ന എല്ല് പുലിയുടെ എല്ലും എല്ലാം ഒന്നുമല്ല. അപ്പം പറഞ്ഞു, പുലി പറഞ്ഞു, അവൻ എന്നെ അങ്ങനെയാണോ കാണിച്ചത്, എന്നാൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്, എന്നാൽ നീ എൻ്റെ പുറത്ത് കയറിക്കോളാൻ പറഞ്ഞിട്ട് ഈ കുരങ്ങനെ എടുത്ത് പുലി പിന്നി വെച്ചിട്ട് ഇങ്ങനെ മുതുകത്ത് വെച്ച് ഇങ്ങനെ നടന്നു വരും. അപ്പോൾ ഇത് കണ്ടപ്പോൾ പട്ടി അവിടെ ഇങ്ങനെ നിൽക്കുക, പട്ടിക്ക് വയ്യല്ലോ. അപ്പോൾ പട്ടി അവിടെ നീരൊരു ഇലാനങ്ങനെ ഒച്ചയായിട്ടപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ കുരങ്ങൻ പുലിയുടെ പുറത്തിരുന്ന് വരണ കണ്ടപ്പോഴേ പട്ടിക്ക് കാര്യം മനസ്സിലായി. കുരങ്ങൻ പണ്ടേ തല്ലുണ്ടാക്കണ മുടുക്കനാണല്ലോ. അപ്പോൾ ഇവനൊന്നും അറിയാത്തവണ്ണം കുഞ്ഞ് എന്നിട്ടുണ്ട്, ആ കുരങ്ങൻ എവിടെ പോയി കിടക്കാം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ അവനോട് എവിടെ നിന്നെങ്കിലും ഒരു പുലീനെ പിടിച്ചുകൊണ്ട് തരാൻ. അവൻ എന്നിട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അവനിങ്ങോട്ട് വരട്ടെ, അവൻ്റെ രണ്ടടിയും കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ പുലി എന്ത് ചോദിച്ചു, അമ്പടാ കേമ കുരങ്ങ, നീ എന്നെ പറ്റിച്ചു എന്ന് മനസ്സ് വിചാരിച്ചു. പിന്നെ എന്താ നടന്നതെന്നറിയില്ല, കുരങ്ങൻ ആരുടെ വയറ്റിൻ്റെ ഉള്ളിൽ പോയി നമുക്കറിയാലോ. അപ്പോൾ നമ്മൾ വിചാരിക്കും വയസ്സായവർക്ക് വിവരമൊന്നുമില്ല അവർക്കെന്താ, പക്ഷേ പല വയസ്സായവരിലൊന്നും പഠിക്കാൻ നമുക്ക് പലതുണ്ട്. അപ്പോൾ വയസ്സായവരും ചെറുപ്പക്കാരും പരസ്പര ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഒരു കുടുംബം നന്നായി മുന്നോട്ട് പോകുള്ളൂ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിക്കുകയും ചെയ്യാം, ഓരോരുത്തരും ഇഷ്ടമാണല്ലോ. ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. അനു ചാക്കു.